ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരിസര പഠനത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഇത് ഹരിതഭൂമിയിലെ അതിന്റെ ഒന്നാമത്തെ ഭാഗം മിസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ സെക്കൻഡ് പാർട്ടാട്ടോ. അപ്പം സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയാ പറയാനല്ലേ നോക്കാം അല്ലേ. അപ്പൊ ഏതാണ്? വള്ളിച്ചെടികളാണ് കേട്ടോ. ഏതാണ്? വള്ളിച്ചെടികളാണ്. എടാ, എൻ്റെ കുഞ്ഞു കൂട്ടുകാരൊരു കാര്യം ചെയ്യണം. ആരെങ്കിലും നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വള്ളിച്ചെടി കൊടുത്തിട്ടുണ്ട്. ഏതാടാ? നമ്മുടെ മത്തങ്ങയാണ് അല്ലേ. അപ്പുറത്ത് ആരുണ്ട്? കക്കരിക്ക ഉണ്ട് അല്ലേ. മത്തങ്ങയുണ്ട്, പിന്നെ ആരാണുള്ളത്? കക്കരിക്ക ഉണ്ട് അല്ലേ. അപ്പൊ മത്തങ്ങയുടെ ഇല എന്താ പറയുന്നത്? കൂട്ടുകാരെ, ഞങ്ങൾ വള്ളിച്ചെടികൾ. ഞങ്ങൾ ആരാണ്? വള്ളിച്ചെടികളാണ്. ഞങ്ങളും ഇവിടെയുണ്ടേ. ശരിയല്ലേടാ? നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് വള്ളിച്ചെടികളൊക്കെ നിങ്ങൾ കാണലുണ്ടോ? ഏതൊക്കെയാടാ വള്ളിച്ചെടികൾ? പയറുണ്ടോ? ഉണ്ടാവൂലേ. പയറുണ്ട്, മത്തനുണ്ട്, കുമ്പളമുണ്ട്, വെള്ളരിക്കയുണ്ട്, പടവലങ്ങയുണ്ട്, പാവലുണ്ട് അല്ലേടാ. അങ്ങനെ ഒരുപാട് പേരെ നിങ്ങൾ കാണലുണ്ടോ? അപ്പൊ ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാട്ടോടാ? ശ്രദ്ധിച്ചോണേ. എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് അറിയണം അല്ലേ. എഴുതി നോക്കൂ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം അല്ലേ. വള്ളികളായിട്ട് പടരുന്നു. ഇവരെങ്ങനെയാ പടരുന്നത്? വള്ളികളായിട്ടാണ് പടരുന്നത് അല്ലേ. നിവർന്ന് നിൽക്കാൻ കഴിയില്ല. ഇവർക്ക് നിവർന്ന് നിൽക്കാൻ കഴിയോ? ഇല്ല അല്ലേ. ഇവർ പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്. താങ്ങി പിടിച്ച് ഇവർ വളരും അല്ലേ. ഇവരെന്ത് ചെയ്യും? താങ്ങി പിടിച്ച് വളരും. പിന്നെ എന്താ ചെയ്യുന്നത്? ഇവർ കോമൺലി എവിടെയാണ് കാണപ്പെടുന്നത്? മണ്ണിലൂടെ ഇങ്ങനെ എഴഞ്ഞു പോകുന്നതാണ് അല്ലേ. മണ്ണിലൂടെ ഇങ്ങനെ ഇവർ പടർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കാണാം അല്ലേ. പരിസരം നിരീക്ഷിച്ച് വള്ളിച്ചെടികൾ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. അപ്പൊ മിസ് കുറച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ കണ്ടെത്തി എഴുതണം കേട്ടോ. മത്തൻ, കുമ്പളൻ, പാവൽ, പിന്നെ എന്താണ്? പയറ്, കോവല്, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട് അല്ലേ. വള്ളിച്ചെടികൾ 2 തരത്തിലുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? വള്ളിച്ചെടികൾ എത്ര വിധത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഏതൊക്കെയാടാ? നിലത്ത് പടർന്ന് വളരുന്നവ, താങ്ങി പറ്റി പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വരുന്നവരും, ശരിയല്ലേ, വളരുന്നവരുമായിട്ടുണ്ട് അല്ലേ. അപ്പൊ ചിലത് നിങ്ങൾ എങ്ങനെ കാണില്ല? മത്തനും കുമ്പളനൊക്കെ എവിടെ കാണല്? നിലത്ത് ഇങ്ങനെ അല്ലേ. നിലത്ത് ഇങ്ങനെ ഫുള്ള് നിലത്താ കാണല്ലേ. എന്നാൽ എന്താണ്? പയറും കോവലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കമ്പൊക്കെ കുത്തി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ 2 തരത്തിലുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. സസ്യങ്ങൾ ജലത്തിലും. സസ്യങ്ങൾ എവിടെ കാണപ്പെടുന്നു? ജലത്തിലും കാണപ്പെടുന്നു. ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് എവിടെ മാത്രമേ വളരാൻ കഴിയുള്ളൂ? ജലം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളരാൻ കഴിയുള്ളൂ അല്ലെ. കൂടുതൽ ജലസസ്യങ്ങൾ കണ്ടെത്തി എഴുതൂ. ഏതൊക്കെയാണ്? ആമ്പല്, താമര, അങ്ങനെ ഒരുപാട് ജലസസ്യങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ കൂടുതൽ എന്ത് ചെയ്യണം? എൻ്റെ കൂട്ടുകാർ കണ്ടെത്തി എഴുതണം കേട്ടോ. വിത്തിനുള്ളിലെ ജീവൻ. അടുത്തത് എന്താണ്? വിത്തിനുള്ളിലെ ഏതാണ്? ജീവനാണ്. അപ്പൊ ഇവിടെ ഒരു വിത്ത് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ വിത്ത് പറയാണ്, ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി. അപ്പൊ വിത്ത് എന്താ പറയുന്നത്? ആദ്യം മണ്ണിന് താഴെയായിരുന്നു, ഇവന് എവിടെ എത്തി? മണ്ണിന് മുകളിലെത്തി. വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കും വിത്ത് മുളപ്പിക്കാം. വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോടാ? കണ്ടവര് ഉണ്ടാവും അല്ലെ. എന്നാൽ കാണാത്തവരും ഉണ്ടാവില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിത്ത് മുളപ്പിച്ചെടുക്കാം. സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണൽ നിറയ്ക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ എന്ത് നിറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്? മണൽ നിറയ്ക്കുക. 3-4 പയർ വിത്തുകൾ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസിനോട് ചേർന്ന ഭാഗത്ത് വെക്കുക. എന്നിട്ട് എന്താണ്? ഒരു 3-4 അതവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിക്ചർ കൊടുത്തിട്ടുണ്ടേ. 3-4 വിത്ത് എടുത്തിട്ട് ഗ്ലാസിനോട് ചേർന്ന് വെക്കാനായിട്ട് പറഞ്ഞത്. എന്നിട്ട് നെക്സ്റ്റ് എടുത്ത് എന്താണ്? മണൽ നനയ്ക്കുക. വിത്ത് മുളച്ചു വരുന്നത് നിരീക്ഷിക്കൂ. എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്? അപ്പൊ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ അമ്മേനോട് പറഞ്ഞിട്ട് ഗ്ലാസും കുറച്ച് മണലൊക്കെ സെറ്റാക്കി പയർമണികൾ ഇട്ടിട്ട് ഇങ്ങനെ മുളച്ചു വരുന്നതൊന്ന് നിരീക്ഷിക്കണം കേട്ടോ. വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമാണ്? അപ്പൊ കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങൾ തന്നെ പരീക്ഷണം ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിക്കണേ. ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുത്തു? നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ചിത്രങ്ങൾ വരച്ചു ചേർക്കൂ. ഞാനും എൻ്റെ ചെടിയും. അടുത്ത എന്താ പറയുന്നത്? ഞാനും എൻ്റെ ചെടിയും. നിങ്ങളുടെ പരിസരത്ത് ഒരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കുക. വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ. വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളവും നൽകണം. സസ്യത്തിൽ കൂടുതൽ ഇലകൾ വരുന്നതും
തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായ്കൾ ഉണ്ടാകുന്നതും ഒക്കെ നിരീക്ഷിക്കണേ. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഈ പ്രവർത്തന റിപ്പോർട്ട് ചിത്രസഹിതം തയ്യാറാക്കൂ. അപ്പം നിങ്ങളുടെ വിത്തിന്റെ പേര് എഴുതണം, വിത്ത് നട്ട തീയതി എഴുതണം, മുള വന്ന ദിവസം, ആദ്യം ഇല വിരിഞ്ഞ ദിവസം, 2 ഇല വന്ന ദിവസം, 7 ദിവസം കഴിഞ്ഞപ്പോൾ ചെടിയുടെ വ്യത്യാസങ്ങൾ, എത്ര ഉയരമായി, വണ്ണമുണ്ടോ, ഇലകളുടെ എണ്ണം എത്രയാണ്, പൂവ് വന്ന തീയതി, കായ് വന്ന തീയതി എന്ന രീതിയിൽ എഴുതണം കേട്ടോ. അടുത്തത് വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ. വിത്തിൽ നിന്ന് മാത്രമാണോ ചെടികൾ ഉള്ളത്? അല്ലാതെയും ഉണ്ട് അല്ലേ? നെക്സ്റ്റ് എന്താടാ? ഈ കറിവേപ്പിന്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണ് ഇതെല്ലാം. അപ്പൊ എന്താണ് പറയുന്നത്? ഈ കറിവേപ്പിന്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണ് എല്ലാം അല്ലെ? ഇലമുളിച്ചയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടായത്. ഇലമുളിച്ചയുടെ തൈകൾ എവിടെ നിന്നാണ് ഉണ്ടായത്? ഇലയിൽ നിന്നാണ് അല്ലെ? സ്കൂൾ ജൈവ വൈവിധ്യോദ്യാനം വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൈറയും കൂട്ടരും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയ നടാൻ തീരുമാനിച്ചു. നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരം തിരിച്ചെഴുതൂ. ഓരോ ഇനത്തിൽപ്പെട്ടതും കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതൂ. അപ്പൊ മിസ് 2-3 ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിത്ത്, പാവൽ എന്താ നടല്? നമ്മൾ വിത്താ നടല് അല്ലെ? പയറും വിത്താണ്. മത്തൻ, മാവ്, മുകളിൽ പറഞ്ഞ മത്തനും മാവും വിത്താണ് നടുന്നത്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? വേരെന്താണ്? കടപ്ലാവിന്റെ വേരോട് കൂടിയ കുഞ്ഞു തൈകളാണ് നമ്മൾ നടല് അല്ലെ? അടുത്ത ഏതാടാ? കാണ്ടം. കാണ്ടം ഏതൊക്കെ നടുക? ചെത്തി, ചെമ്പരത്തി, റോസ്, മുല്ലയൊക്കെ എന്താ നമ്മൾ നടുക? കാണ്ടമാണല്ലേ നടുക. അടുത്ത ഏതാടാ? ഇല. ഇലമുളിച്ച് ഏതാണ്? ഇലയാണ് നടുന്നത് അല്ലെ? സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും. അടുത്ത നമ്മൾ എന്താ പറയുന്നത്? സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും. സസ്യത്തിൽ നിന്ന് എന്തിനാണ് സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. എത്ര ടെസ്റ്റ് ട്യൂബ് എടുത്ത് വെക്കാനാണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ ഒരു കൊച്ചു പരീക്ഷണം ചെയ്യുന്നുണ്ട് അല്ലേ? 3 ടെസ്റ്റ് ട്യൂബ് എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് നിറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്? വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുമപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക. രണ്ടാമത്തേൽ എന്താ നിറയ്ക്കേണ്ടത്? ചുമന്ന മഷി നിറച്ച വെള്ളം ചേർക്കണം. വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തണം. നെക്സ്റ്റ് അടുത്ത് നമ്മുടെ വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്യണം? ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെയും വെക്കുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് എങ്ങനെ വെക്കേണ്ടത്? വെള്ളം ഒന്നും ചേർക്കാണ്ട് വെറുതെ വെച്ചാൽ മതി. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ച ശേഷം ടെസ്റ്റ് ട്യൂബിലേക്ക് ഇറക്കി വെക്കുക. അങ്ങനെ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോയെന്ന് മിസ്സിന് അറിയില്ല. മഷിത്തണ്ട് എന്ന് പറയുന്ന ചെടി ഉണ്ട് കേട്ടോ. ആ ചെടി വെയിലത്ത് വെച്ച ശേഷം എന്ത് ചെയ്യുക? ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് കൊണ്ടുവന്നിട്ട് ഇറക്കി വെക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കണം. ചെടികൾക്ക് ടെസ്റ്റ് ട്യൂബിന്റെ വെള്ളത്തിനും ഉണ്ടായ മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്തു മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിച്ചു? കാരണം എന്തായിരിക്കാം? വെള്ളമില്ലാത്തത് വാടിപ്പോയി കാണും അല്ലേ? പിന്നെന്താണ്? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിന്റെ നിറം മാറിയതെങ്ങനെയാടാ? മാറിയത് ചുമപ്പായി കാണും അല്ലേ? ചുമന്ന വെള്ളത്തിലിട്ടത് ചുമന്ന നിറമായി കാണും. ഈ വേരെന്ത് വലിച്ചെടുക്കുന്നുണ്ടാവും? വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ്. കണ്ടെത്തലുകൾ പരീക്ഷണ പുസ്തകത്തിൽ എൻ്റെ പരിസര പഠന പുസ്തകത്തിലേക്ക് രേഖപ്പെടുത്തൂ. ചിത്രവും വരച്ചു ചേർക്കൂ. ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാടാ? ഇലകളിൽ വെച്ചാണ്. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ഇത് അവയുടെ എന്തിനായിട്ട് ഉപയോഗിക്കുന്നു? വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വെക്കുന്നു. ഇത് മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. മറ്റു ജീവജാലങ്ങൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. വരച്ച് യോജിപ്പിക്കുക. തണ്ട് എന്താണ് ചെയ്യുന്നത്? വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷണങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. ശരിയല്ലേ? ഇനി ഇല എന്താ ചെയ്യുന്നത്? ഇല സസ്യത്തിന് ആവശ്യമായ എന്ത് ചെയ്യുന്നു? സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. ശരിയല്ലേടാ? വേരെന്താണ്? മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷണങ്ങളും എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുന്നു അല്ലേ? ഇനി അടുത്തത് ഇലകളുടെ വൈവിധ്യം. അടുത്തെന്താണ്? ഇലകളുടെ വൈവിധ്യം. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് ഇവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കുക. അപ്പൊ മിസ് കുറച്ചുകൂടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ കൂട്ടുകാര് നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം സന്ദർശിച്ച് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പൂരിപ്പിക്കണം കേട്ടോ. നമ്പർ 1 എന്താണ്? സസ്യം തുമ്പയാണ്. നമ്പർ 1 എന്താണ്? തുമ്പ. അതിന്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? നീണ്ടു കൂർത്ത ഇലയാണ് അല്ലെ? നീണ്ടു കൂർത്ത ഇലയാണ്. നിങ്ങൾ തുമ്പ കണ്ടിട്ടുണ്ടോടാ? മിക്കരും കണ്ടിട്ടുണ്ടാവും അല്ലേ?
അപ്പോൾ അതിൻ്റെ ഇലയുടെ മണം എന്ന് പറയുന്നത് ചെറിയൊരു മണമുണ്ട് കേട്ടോ. ഇലയുടെ മണം എന്ന് പറയുന്നത് എന്താണ്? അവയ്ക്ക് ചെറിയൊരു മണമുണ്ട്. നിറം പച്ച തന്നെയാണ്. ഇനി അടുത്തത് എന്താണ്? റോസിന്റെ ഇല എന്ന് പറയുന്നത് ചെറിയ ഇലയാണ് അല്ലേ? അപ്പം മണമുണ്ടോ? ചെറിയൊരു മണമുണ്ട്. നിറം പച്ചയാണ്. അടുത്തത് എന്താണ്? കറിവേപ്പില. ഇല എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ഇല തന്നെയാണ്. മണമുണ്ടോ? മണമുണ്ട് അല്ലേ? ഏത് നിറമാണ്? പച്ച. അടുത്തത് മിസ് എടുത്തേക്കുന്ന ചോളമാണ് കേട്ടോ. നീണ്ടു കൂർത്ത വലിയ ഇലയാണ്. മണമുണ്ടോ? പ്രത്യേകിച്ച് മണമൊന്നുമില്ല അല്ലേ? നിറം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? പച്ച തന്നെയാണ്. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത്? എഴുതി നോക്കൂ. അപ്പൊ നമ്മൾ ഓരോ സസ്യം എടുക്കുകയാണെങ്കിലും അതിന്റെ ഇലകളിൽ നിറങ്ങൾക്ക് വൈവിധ്യമുണ്ട്, വലിപ്പത്തിൽ വൈവിധ്യമുണ്ട്, മണത്തിലും വൈവിധ്യങ്ങളുണ്ട് അല്ലേ? ഇതെല്ലാം ഡിഫറെന്റ് അല്ലേടാ? എല്ലാം വ്യത്യാസങ്ങൾ നിറഞ്ഞതല്ലേടാ? അതേലേ. അടുത്തത്, ഇലകൾ പേപ്പറിന്റെ അടിയിൽ വെച്ച് ക്രയോൺസ് ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രങ്ങൾ വരയ്ക്കൂ, പാറ്റേണുകൾ നിരീക്ഷിക്കൂ. അപ്പൊ എന്താണ്? നിങ്ങളോട് ഇലയുടെ രേഖാചിത്രം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇല രൂപങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂങ്ങയും പിന്നെന്താണ് അണ്ണാനും ഇതാ ബേർഡിനെയൊക്കെ വരച്ചിട്ടുണ്ട്. വിവിധ തരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ. ഇതുപോലെ നമുക്ക് നിർമ്മിക്കാം. പൂക്കളിലെ വൈവിധ്യം. എൻ്റെ പൂക്കൾ പറിക്കരുതേ. അപ്പൊ എന്താണ്? തുമ്പ എന്താ പറയുന്നത്? ഇതാട്ടോ നമ്മുടെ തുമ്പ എന്താ പറയുന്നത്? എൻ്റെ പൂക്കൾ പറിക്കരുതേ. പൂ പറിക്കരുതെന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം? പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം പ്രയോജനമുണ്ട്? എഴുതി നോക്കൂ. തേനീച്ചകൾ എന്ത് ചെയ്യും? പൂക്കളിൽ തേൻ കുടിക്കാൻ വരും അല്ലേ? അതേപോലെ ചെറു പ്രാണികൾ എന്ത് ചെയ്യലുണ്ട്? പൂക്കളുടെ ഇതളുകളൊക്കെ തിന്നലുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുഴുക്കൾ എന്ത് ചെയ്യലുണ്ട്? തിന്നലുണ്ട് അല്ലേ? ഇനി പൂക്കൾ പലവിധം. പൂക്കൾ എന്താണ്? പലവിധം. ഫസ്റ്റ് വൺ ഏതാണ്? റോസയാണ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണിക്കൊന്ന കണ്ടിട്ടില്ലേടാ? കണ്ടിട്ടുണ്ട് അല്ലേ? മുല്ലപ്പൂവ്. അടുത്ത ഏതാണ്? 10 മണിപ്പൂവാണ്. അടുത്തത് ജമന്തി, മല്ലികപ്പൂവാണ് കേട്ടോ. ചിത്രത്തിൽ തന്നിരിക്കുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതും. മിസ് ഓൾറെഡി മുകളിൽ എഴുതിയിട്ടുണ്ട്. മണത്തിലും നിറത്തിലും ആകൃതിയിലും അല്ലാതെ മറ്റെന്തെല്ലാം തരത്തിൽ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കൂടുതൽ പൂക്കൾ നിരീക്ഷിച്ച് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പൂക്കളും എന്താണ്? വ്യത്യസ്തം നിറഞ്ഞതല്ലേ? അല്ലേടാ? അതെ. ഇത് മണത്തിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. നിറത്തിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. ആകൃതിയിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. ഇവ ഉണ്ടാകുന്ന തൈകളിൽ വ്യത്യാസമില്ലേ? ഉണ്ട് അല്ലേ? എല്ലാത്തിലും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ ഇത് എത്ര കാലം നിൽക്കും അല്ലെ? ചില പൂക്കൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കരിഞ്ഞു വാടിപ്പോകൂലേ? ചില പൂക്കൾ എന്ത് ചെയ്യും? കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കരിഞ്ഞു പോകുന്നത്. അടുത്തത്, പൂക്കളില്ലാത്ത സസ്യങ്ങളുമുണ്ട് അല്ലേ? അടുത്തത് എന്താണ്? പൂക്കളില്ലാത്ത സസ്യങ്ങളുമുണ്ട്. ചിത്രത്തിലെ സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ പൂക്കുന്നവയാണോ? ഇവ പൂക്കുന്നവയാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോടാ. ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ചെടികളൊക്കെ പൂക്കുന്നവയാണോ? അല്ല. സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? വേരുണ്ട്, തണ്ടുണ്ട്, പിന്നെ ഏതാണുള്ളത്? ഇല എന്നിവയാണ്. സസ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂ ഉണ്ടാവുന്നു. ഒരു ഘട്ടത്തിൽ എന്തുണ്ടാവുന്നു? പൂ ഉണ്ടാവുന്നു. പൂ പിന്നീട് കായായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല, എല്ലാ പൂക്കളും കായായി മാറുന്നില്ല. എന്നാൽ എങ്ങനെയാണ്? ചില ഘട്ടങ്ങളിൽ പൂ ഉണ്ടാവുന്നു, അതാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? കായായിട്ട് മാറുന്നത് അല്ലേ? പക്ഷെ എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ എല്ലാ പൂക്കളും കായായിട്ട് മാറുന്നുണ്ടോ? ഇല്ല. നെക്സ്റ്റ് എന്താടാ പറയുന്നേ? ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകത? ഇവയ്ക്ക് വളരാൻ എന്താ ആവശ്യമില്ല? വാട്ടർ ആവശ്യമില്ല കേട്ടോ. ഇവയ്ക്ക് വളരാൻ എന്താ ആവശ്യമില്ല? വെള്ളം ആവശ്യമില്ല. അടുത്തത് നീലക്കുറിഞ്ഞി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നീലക്കുറിഞ്ഞി കണ്ടിട്ടുണ്ടാവും അല്ലേ? 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യം. പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസം വരെ വാടാതെ നിൽക്കും. ഇത് എത്ര മാസം വരെ വാടാതെ നിൽക്കും? 3 മാസം വരെ. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം നീലക്കുറിഞ്ഞിയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോടാ? ഈ 12 വർഷത്തിൽ ഇത് പൂക്കുന്ന സമയമാകുമ്പം നമ്മൾ നീലഗിരി കുന്ന് കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല നീലിച്ച കുന്നായിട്ട് നമുക്ക് തോന്നും. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? തണൽ നൽകുന്നു. പിന്നെന്താണ്? നമുക്ക് വായു നൽകുന്നത് ആരാണ്? നമുക്ക് ഓക്സിജൻ നൽകുന്ന ആരാണ്? നമ്മുടെ സസ്യങ്ങളാണല്ലേ? അതേപോലെ എന്താണ്? നമ്മുടെ ഭക്ഷണാവശ്യത്തിനുള്ള സാധനങ്ങൾ തരുന്നില്ലേ? ഫ്രൂട്ട്സ് തരുന്നു അല്ലേ? നമ്മുടെ ഫലങ്ങൾ തരുന്നു. പിന്നെന്താണ്? പഴങ്ങൾ തരുന്നു. അവിടെ നമുക്ക് എഴുതാല്ലേ? ഓക്സിജൻ നൽകുന്നു. ഓക്സിജൻ നൽകുന്നു അല്ലേ? ഓക്സിജൻ നൽകുന്നു. പിന്നെ ഏതാടാ?
ഓക്സിജൻ നൽകുന്നു. പിന്നെന്താണ്? ഫലങ്ങൾ ഭക്ഷണാവശ്യങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലേ? ഫലങ്ങൾ തരുന്നു. പിന്നെന്താടാ? ഫലങ്ങൾ തരുന്നുണ്ട്. വേറെന്താണ്? ഫലങ്ങളുണ്ട്. ഫലങ്ങൾ നമ്മൾ എഴുതി അല്ലേ? പിന്നെന്താണ്? പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ? പച്ചക്കറികളുണ്ട്. ശരിയല്ലടാ? ഇവയൊക്കെ ആരാ തരുന്നത്? നമ്മുടെ സസ്യങ്ങളാണ് അല്ലേ? അപ്പൊ സസ്യങ്ങളെ കൊണ്ട് നമുക്ക് ഉപകാരമല്ലേ ഉള്ളൂ? ഉപദ്രവം ഉണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് മാത്രമാണോ? അല്ല, എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്? സസ്യങ്ങളെ കൊണ്ട് ഉപകാരങ്ങളുണ്ട് അല്ലേ? സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചതും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേടാ? കടമയാണല്ലേ? അപ്പൊ മിസ് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.